അങ്ങനെ ഫൈനലി December 5, 2024, അതായത് ഈ മാസം 5-ാം തീയതി റിയാക്ടിന്റെ 19th വേർഷൻ അവർ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന്റെ ബീറ്റ വേർഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അതായത് വരാൻ പോകുന്ന പുതിയ ഹുക്സ്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്, പുതിയ ഫീച്ചേഴ്സ് ഒക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ റിയാക്ട് വേർഷൻ 19ന്റെ ഒരു ഓവർവ്യൂ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇംപ്രൂവ്മെന്റ്സ്, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഓരോ ഫീച്ചറും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. റിയാക്ട് 19 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ആക്ഷൻസ് ആണ്. ആക്ഷൻസ് പറയുന്നതിന് മുന്നേ നമ്മളിപ്പം പ്രീവിയസ് വേർഷനിൽ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ API റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ API റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്സും ക്രിയേറ്റ് ചെയ്യൂലേ. ഇപ്പോ ലോഡിങ്ങിന് വേണ്ടിയിട്ട്, എറേഴ്സിന് വേണ്ടിയിട്ട്, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് ഈ സെർവർ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുവലി സ്പിന്നേഴ്സ് ആഡ് ചെയ്യും. അല്ലെങ്കിൽ റെസ്പോൺസ് എറേഴ്സ്, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ തന്നെ ഡാറ്റ യൂസർ ഇന്റർഫേസിൽ ഒപ്റ്റിമിസ്റ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നത്, ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്ത് വൺ ആഫ്റ്റർ അനദർ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ മാനുവലി ഹാൻഡിൽ ചെയ്യണം അല്ലേ. റിയാക്ട് 19 ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. അതായത് അസിൻക്രണസ് ഫംഗ്ഷൻസ് നമ്മൾ ട്രാൻസിഷനിൽ യൂസ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മ്യൂട്ടേഷൻ ലോജിക്ക്, ഈ ഒരു ഡാറ്റാബേസ് അപ്ഡേഷന്റെ ലോജിക്ക് ഒരു സിംഗിൾ അസിൻക്രണസ് ഫംഗ്ഷനിലാണ് എഴുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പെൻഡിങ് സ്റ്റേറ്റ്, എറേഴ്സ്, അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസ് അപ്ഡേറ്റ്സ് എല്ലാം റിയാക്ട് ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്തോളും. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും കീ ഫീച്ചർ. ഇനി ഒരു ആക്ഷൻ ഫീച്ചർ ഫോം എലമെന്റ്സിനെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു അസിൻക്രണസ് ഫംഗ്ഷൻസ് ആക്ഷൻസ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഫോം സബ്മിഷൻ ആണെങ്കിലും സ്റ്റേറ്റ് അപ്ഡേറ്റ്സ് ആണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്ഷൻ സ്റ്റേറ്റ്, അതുപോലെ യൂസ് ഫോം സ്റ്റാറ്റസ് ഹുക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹുക്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇൻ ജനറലി പറയുവാണെങ്കിൽ ബോയിലർ പ്ലേറ്റ് കോഡിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതിപ്പോ നമുക്ക് പെൻഡിങ് സ്റ്റേറ്റിനെ ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും. നെക്സ്റ്റ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഹുക്കാണ് യൂസ് ഒപ്റ്റിമിസ്റ്റിക് ഹുക്ക്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു API റിക്വസ്റ്റ് ചെയ്യുവാണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഡാറ്റാബേസിൽ ഒരു നെയിം അപ്ഡേഷനുള്ള റിക്വസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു API റിക്വസ്റ്റ് ഫിനിഷ് ചെയ്ത് സെർവർ റെസ്പോൺസ് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റ, അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ് നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. വൺസ് ഈ റിക്വസ്റ്റ് സക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ ആ യൂസർ ഇന്റർഫേസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ല, ഇൻ കേസ് ഈ റിക്വസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ട്, ഇപ്പൊ സേവ് പ്രോസസ്, അപ്ഡേറ്റഡ് പ്രോസസ്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് ഈ ഒരു നമ്മുടെ ആപ്പ് റിവേർട്ട് ചെയ്തോളും. അപ്പൊ ഈ ഒരു ഹുക്ക് അസിൻക്രണസ് ഓപ്പറേഷൻസ്, അതായത് API റിക്വസ്റ്റിലാണെങ്കിൽ ഈ ഒരു ഒപ്റ്റിമിസ്റ്റിക് UI അപ്ഡേറ്റ്സ് ഈസിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു API ആണ്, ഹുക്ക് അല്ല യൂസ് API. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അസിൻക്രണസ് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡാറ്റ, അതിന്റെ റിസൾട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യൂലേ. അപ്പൊ ഈ ഒരു അസിൻക്രണസ് ഓപ്പറേഷന്റെ റിസൾട്ടിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് സപ്പോസ് ഈ ഒരു പ്രോമിസ് സ്റ്റിൽ പെൻഡിങ് ആണ്, ഈ ഒരു സെർവറിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റിയാക്ട് ഈ ഒരു റെൻഡറിങ് പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്യും അണ്ടിൽ നമ്മൾ വൺസ് ഈ ഒരു പ്രോമിസ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെൻഡറിങ്, ഈ ഒരു പുതിയ ഡാറ്റ വെച്ചിട്ട് റെൻഡറിങ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ബേസിക് സിന്റാക്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പ്രോമിസ് ഈ ഒരു യൂസ് APIയിലേക്ക് പാസ് ചെയ്യുക. റിയാക്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോമിസ് റിസോൾവ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. വൺസ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെൻഡറിങ് റിസോൾവ് വാല്യൂ ബേസ് ചെയ്തിട്ട് റെൻഡറിങ് കണ്ടിന്യൂ ചെയ്തോളും. സപ്പോസ് ഈ ഒരു പ്രോമിസ് പെൻഡിങ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ റെൻഡറിങ്ങിനെ പോസ് ചെയ്തിട്ട് നമുക്ക് ഫോൾ ബാക്ക് UI എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോമിസ് റിസോൾവ് ആവുന്നത് വരെ ഈ ഒരു ഫാൾ ബാക്ക് UI, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സസ്പെൻസ് ഒക്കെ പറഞ്ഞ് നമുക്കൊരു കോമ്പോണന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഇന്റർഫേസിൽ ഇവർ ഷോ ചെയ്യുന്നത്. ഇനി നമ്മൾ സെർവർ കോമ്പണൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ പ്രീവിയസ് വേർഷൻസിലൊക്കെ ഈ ഒരു സെർവർ കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ഫീച്ചർ ആയിരുന്നു അല്ലെ. അതായത് എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യണം, അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി റിയാക്ട് 19ലേക്ക് വരുമ്പോൾ സെർവർ കോമ്പണൻസിൽ എല്ലാ ഡെവലപ്പേഴ്സിനും അവൈലബിൾ ആണ്. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്ഷൻ ആപ്പ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെർവറിൽ തന്നെ ഈ ഒരു HTML ആണെങ്കിലും അതുപോലെ തന്നെ ഡാറ്റ ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, റിയാക്ട് കോമ്പോണൻസ് റൺ ചെയ്യുന്നത് ബ്രൗസറിലായിരിക്കും. കണ്ടന്റ് ഡൈനാമിക്കലി അവിടെ ജനറേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും അല്ലേ. പക്ഷേ സെർവർ കോമ്പോണൻസിൽ എൻഹാൻസ്മെന്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിയാക്ടിന്റെ പാർട്സ് എന്ത് ചെയ്യാം, നമ്മുടെ സെർവറിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആപ്പിന്റെ ഈ ഒരു ലോഡിംഗ് ടൈം മാക്സിമം റെഡ്യൂസ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ് പ്രോപ്പർട്ടിയിൽ വന്ന ഒരു ചേഞ്ച് ആണ്. അതായത് നമ്മളിപ്പോൾ ചൈൽഡ് കോമ്പോണൻസ്
കോമ്പോണൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ കോമ്പോണൻസിലേക്ക് പാരന്റിൽ നിന്ന് എങ്ങനെയാണ് ഒരു റെഫറൻസ് പാസ് ചെയ്യുന്നത്? ഫോർവേഡ് റെഫ് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പൊ റിയാക്ട് 19ലേക്ക് വരുമ്പം അവർ പറയുന്നത് ഇനി ഈ ഒരു ഫോർവേഡ് റെഫിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ, അതായത് നോർമൽ പ്രോപ്പർട്ടീസ് പാസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു റെഫും പാസ് ചെയ്യാം, റഫ് ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ഫോർവേഡ് റെഫറൻസിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. റിയാക്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റഫിനെ ഹാൻഡിൽ ചെയ്തോളും. അതായത് ഡോം എലമെന്റ്സോ കോമ്പോണൻസോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ചൈൽഡ് കോമ്പോണൻസിലേക്ക് പാസ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റീറെൻഡറിങ്ങും അപ്ഡേഷൻസ് ഒക്കെ ചെയ്തോളും. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് ഡെപ്രിക്കേറ്റഡ് ആവും, ലേറ്റർ അവർ റിമൂവ് ചെയ്യും ഈ ഫോർവേഡ് റഫ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഇനി ഫൈനലി റിയാക്ട് 19ൽ നമ്മുടെ ഈ ഹൈഡ്രേഷൻ എറേഴ്സിനെ കാണിക്കുന്നില്ലേ, അതൊന്നും കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി പ്രീവിയസ് വേർഷനിലാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഒരു കൺസോൾ എറേഴ്സ് എല്ലാം ഒരു കൺഫ്യൂഷൻ ആണല്ലേ. അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടാവും, എവിടെ എന്താ ഒരു ഇഷ്യൂ എന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇനി റിയാക്ട് 9ലേക്ക് വരുമ്പം അവരൊന്നും കൂടെ എറർ മെസ്സേജസിന്റെ കോണ്ടെക്സ്റ്റ് ബെറ്റർ ആക്കി, അതായത് ക്ലിയറും കൺസൈസും ആയിട്ടുള്ള എറർ മെസ്സേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരത് ഒരു വൺ ടൈം വാർണിംഗ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടന്റിൽ സെർവറിലും ക്ലയന്റും തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോയിന്റ് ഔട്ട് ചെയ്യും, എവിടെയാണ് ഈ ഒരു മിസ്മാച്ച് വന്നിരിക്കുന്നത്, എവിടെയാണ് ഈ ഒരു നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റിയാക്ട് 19ൽ കൊണ്ടുവരുന്ന മേജർ ചേഞ്ചസ്. ഇത് കൂടാതെ CSSന്റെ സ്റ്റൈലിംഗിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഓരോ പോർഷനും, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹുക്സ് ആണെങ്കിലും അതുപോലെ APIs ആണെങ്കിലും എറർ മെസ്സേജസ് ഫോർവേഡ് റെഫെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാട്ടോ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്